തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP നടത്തുന്ന കളികളാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അവർക്ക് വോട്ട് നേടണം, അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം, അതിന് വർഗീയത ആളിക്കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും. വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് BJP പോകും. അതിന്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതിന്റെയൊക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക, പ്രക്ഷോഭം നടത്തുക, കുഴപ്പമുണ്ടാവുക, അങ്ങനെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൺസോളിഡേഷൻ, ജാതീയ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാവും. അതാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വഴിയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും. മുസ്ലിം ലീഗ് നേരത്തെ ഒരുങ്ങി കഴിഞ്ഞില്ല. എപ്പം തെരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ റെഡിയാണ്. ഇല്ല, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ആദ്യം അറിയിക്കുക നിങ്ങളല്ലേ. ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, എന്താ പ്രതീക്ഷ? നാളെയാണ് ഞങ്ങൾ ചർച്ച. പ്രതീക്ഷയുണ്ടോ 3ാം സീറ്റ് കിട്ടുന്നത്? UDF-ൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ച നാളെയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അവർക്ക് ഭൂരിപക്ഷം കിട്ടി ജയിച്ചു വരണ്ടേ? അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പൊ നോക്കാം. അതുകൊണ്ടാണ് NDA മുന്നണിയെ പരാജയപ്പെടുത്തണം, ഒരുമിച്ച് നിൽക്കണം എന്ന് മുസ്ലിം ലീഗ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഭിന്നിച്ചു പോകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഇനി BJP തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇന്ത്യ മുന്നണിയിൽ തന്നെ ഐക്യമല്ലാതെ പലരും ഭിന്നിച്ചു പോയി കഴിഞ്ഞു. അവിടെ സാറില്ല, എന്നാലും ഭൂരിപക്ഷം കിട്ടും. ഈ ഭിന്നിപ്പ് മനസ്സിലാക്കിയ ജനങ്ങൾ അവർക്കെതിരായി പ്രതികരിക്കും. ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ പ്രയാസപ്പെടുത്താനുമുള്ള ഒരു ശ്രമത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതിനെതിരായി ശക്തമായ പ്രക്ഷോഭം. ഇത് കേന്ദ്രം ഇസ്ലാം മത വിശ്വാസികളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയായിരുന്നു, അങ്ങനെ പറയാൻ പറ്റും. മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എല്ലാ താല്പര്യം കൂടി ഒരുമിച്ച് നിന്ന മതപരമായ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് കണ്ടുവരുന്നു. പിന്നെ കൊച്ചിയിലൊക്കെ യാത്രക്കാർ പോകുന്നുണ്ടല്ലോ, ഹാജിമാർ പോകുന്നുണ്ടല്ലോ. മുഖ്യമായും അതാണ് എന്ന് പറയാൻ കഴിയില്ല. അത്തരം താല്പര്യങ്ങൾ അതിനിടയിൽ കയറി വന്നിട്ടുണ്ടോക്കാം എന്നൊന്നും സംശയിക്കാം. ഈ ഹജ്ജ് കമ്മിറ്റി യോഗം ചേരുന്നില്ല, ഈ ഏതാണ്ട് 1 വർഷമായി എന്നാണ് പറയുന്നത്. പുതിയ ചെയർമാൻ ഉണ്ടായിട്ട് വളരെ അപൂർവമായിട്ടാണ് യോഗം ചേർന്നിട്ടുള്ളത്. ഈ ഹജ്ജ് കമ്മിറ്റി യോഗം ചേരാത്തതും അതിന്റെ നടപടികൾ വൈകുന്നതും ഹാജിമാരെ ബാധിക്കില്ല? ഈ അവിടെ പോയി സൗദിയിൽ പോയി കെട്ടിടം നോക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നത് എപ്പോഴാ? ഒരു കൊല്ലമായി യോഗം ചേർന്നിട്ടില്ല എന്ന് പറയുന്ന ഹജ്ജ് തുടങ്ങുമ്പോഴാ. യഥാസമയം ഈ യോഗം വിളിക്കുന്നില്ല എന്ന ആക്ഷേപം ഇതിനു മുമ്പ് ഈ മന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഹജ്ജിന്റെ തലേ ദിവസം വരെ ഇത് മിണ്ടാതിരുന്നു? കേരളത്തിൽ ജനങ്ങളത് അറിയിക്കുന്നതല്ലേ. അദ്ദേഹം എത്ര യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ആ യോഗങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? ഈ കൊട്ടേഷൻ നടക്കുന്ന കാര്യങ്ങളിൽ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഗൗരവതരമായി ഇടപെട്ടില്ല? എത്ര കൊട്ടേഷൻ കിട്ടിയെന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് മറ്റുള്ള എയർലൈൻസിന് കൊട്ടേഷൻ കൊടുത്തില്ല എന്ന് അന്വേഷിക്കണ്ടേ? അതുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ കൂടെ കേരളത്തിലെ ഹജ്ജ് വകുപ്പിനും പങ്കുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പോ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വ്യോമയാന മന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതല്ലേ ഉള്ളൂ. കേന്ദ്രത്തിലെ ഇന്ന് പാർലമെന്റ് നേരത്തെ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെയും ഹജ്ജിന്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന ശ്രീമതി സ്മൃതി ഇറാനിയെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗം അബ്ദുസമ്മദ് സമദാനി മെയിൽ മുഖേനയും മെസ്സേജ് മുഖേനയും ഫോണിലൂടെ ഒക്കെ ബന്ധപ്പെട്ട് കാര്യത്തിന്റെ ഗൗരവം ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം കാര്യം പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട്. അവര് അത് ഹജ്ജ് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തു, വ്യോമയാന മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്തു എന്നവര് സമദാനിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും മുസ്ലിം ലീഗിന്റെ MP-മാർ ഡൽഹിയിൽ അത് സംബന്ധിച്ച വർക്കിലാണ് മിനിഞ്ഞാന്ന് മുതൽ ശക്തമായ ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടുന്ന ആളുകൾ ഹജ്ജ് കമ്മിറ്റിയും മന്ത്രിയും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉണർന്നെണീക്കുന്നത്. കാലാകാലങ്ങളിൽ ഇത് ഫോളോ അപ്പ് ചെയ്യണ്ടേ? നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? 21
ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.